വളരെ ദയനീയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സംഘഗാനത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലമായിട്ട് സിനിമാ ഫീൽഡില് ആരെങ്കിലും ആൾക്കാർ നിങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ ആ ലോഡ്ജിലോ ആ ക്ലാസ്സിലോ ആ പഠിക്കുന്ന ബാച്ചിലോ ആ കോളേജിലോ ആ ടൈമിനുണ്ടായിരുന്ന സിനിമയിലുള്ള മറ്റാരെങ്കിലും? ബക്കറാണ് സംവിധായകൻ, ശ്രീനിയാണ് അതിന്റെ ത്രൂ ഔട്ട് റോൾ, ശ്രീനിയാണ് നായകൻ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, അത് ലോകോത്തര ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട്, പടം റെമ്യൂണറേഷൻ കൊടുക്കേണ്ട ചുമതല എനിക്ക്. അങ്ങനെ ശ്രീനിവാസനോട് ഞാൻ ചോദിച്ചു, ശ്രീനിവാസൻ എന്താ വേണ്ടത്? നമസ്കാരം. സമകാലിക പ്രസക്തിയുള്ള ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആക്ഷേപ ഹാസ്യങ്ങളിലൂടെ നമ്മളെ കേരളത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത നമ്മുടെ പ്രശസ്തനായ സംവിധായകൻ, നടൻ, എല്ലാമായിരുന്ന കേരളത്തിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട നമ്മൾ ആരും അറിയാത്ത, വർഷങ്ങളായിട്ട് മറ്റുള്ളവർക്ക് ഇതുവരെ ഒരു അറിവുമില്ലാത്ത ഒരു ബന്ധത്തിൻ്റെ ശക്തി, സുഹൃത്ത് ബന്ധത്തിൻ്റെ വിഷയവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ലത്തീഫ് ഖാൻ, PT അബ്ദുൽ ലത്തീഫ്, PK അബ്ദുൽ ലത്തീഫ്, കോഴിക്കോട് വർഷങ്ങളായിട്ടുള്ള സാമൂഹിക പ്രവർത്തനം, MES എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നതിൽ ഒരാളായി നിന്ന് ജില്ലയിൽ പ്രധാനിയായി അതിന് ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിച്ച, സാമൂഹിക പ്രവർത്തനങ്ങൾ ഇന്നും നിലനിർത്തുന്ന ലത്തീഫ് ഖാൻ എന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ ലത്തീഫ് ഖാൻ്റെ അടുത്താണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളെ പ്രേക്ഷകർക്ക് നമ്മളെ മരിച്ചുപോയ ശ്രീനിവാസൻ്റെ ഒരു സുഹൃത്താണ് നിങ്ങളെന്ന് അറിഞ്ഞപ്പോൾ ആ നിമിഷം മുതൽ നിങ്ങളൊന്ന് കാണണം. എന്തായിരുന്നു 40 വർഷങ്ങളോ 45 വർഷങ്ങൾക്കോ മുമ്പുള്ള നിങ്ങളാ ഓർമ്മകൾ നമ്മളെ പ്രേക്ഷകർക്കും കേരള സമൂഹത്തിന് മൊത്തമായി, മലയാളികൾക്ക് മൊത്തമായി അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പം ആ വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്. അപ്പം ആ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ലത്തീഫ് ഖാക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ന് വരെ നമ്മളെ പ്രശസ്തനായ നടനും സംവിധായകനുമായ നമ്മളെ ശ്രീനിവാസൻ്റെ ആരും അറിയാത്ത കുറച്ച് വിവരണങ്ങൾ നിങ്ങളിൽ നിന്നും ശേഖരിക്കാം എന്നുള്ള ഒരു സന്തോഷകരമായ വിശ്വാസത്തിലാണ് നമ്മളെ ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പം ഇന്ന് നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനങ്ങളും ഇന്ന് നിങ്ങൾ കോഴിക്കോട് പല പ്രമുഖമായിട്ട് സാമൂഹികമായിട്ട് പ്രവർത്തിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു പഴയ ചരിത്രവും നിങ്ങളെ ഈ പ്രധാനപ്പെട്ട സുഹൃത്തുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരാളും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിലേക്കൊന്ന് പോയാലോ? ശ്രീനിവാസൻ എന്ന് നിങ്ങൾ പറയുകയും ഞാൻ ശ്രീനി എന്ന് വിളിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ആയിട്ടുള്ള എൻ്റെ അഭിമുഖമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ സന്തോഷമാണ് നിങ്ങൾ പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാൻ സത്യത്തിൽ ഈ 2 ദിവസമായിട്ട് അഗാധമായ ദുഃഖത്തിലാണ്. അത്രത്തോളം ഞങ്ങളുടെ ഒരു ടീനേജ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 80കളിലാണ് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ മദ്രാസിലെ സ്റ്റെല്ല മേരി കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള ഹാപ്പി ലോഡ്ജിൽ ഞാനും ശ്രീനിവാസനും താമസിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും താമസിക്കുന്ന 2 പേരും പിന്നീട് വില്യം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടയാറിലെ അവിടേക്കാണ് ഞങ്ങൾ 2 പേരും പോകുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ 2 പേരും കൂടെ ബന്ധം തുടങ്ങുന്നത്. ഒരു കാര്യം അതിൻ്റെ ഇടയിൽ, നിങ്ങൾ ശ്രീനിവാസനുമായിട്ട് കണ്ടുമുട്ടുന്നത് ആദ്യമായിട്ട് ചെന്നൈയിൽ വെച്ചിട്ട് തന്നെയാണ്, മദ്രാസിൽ തന്നെയാണ്. അതെ, ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നിങ്ങൾ പഠിച്ചത്. അതെ, അദ്ദേഹം പിന്നെ ആക്ടിങ് കോഴ്സിലും ഞാൻ ഡയറക്ഷൻ കോഴ്സിലാണ് ചേർന്നത്. ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ട് വില്യം ചേംബർ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ നിന്നുള്ള ബന്ധം പിന്നീട് ചായ കഴിക്കാൻ പോകുമ്പോഴും തിരിച്ച് പിന്നെ ഹോസ്റ്റലിലേക്ക് നമ്മുടെ ലോഡ്ജിലേക്ക് വരുന്നതൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ക്ലാസ്സിൽ മാത്രമേ ഞങ്ങൾ വിട്ടു നിൽക്കാറുള്ളൂ. പിന്നെ തിരിച്ച് ഹാപ്പി ലോഡ്ജിൽ തിരിച്ചെത്തിയാൽ അദ്ദേഹം കുറച്ച് സമയം ഒരുമിച്ച് സംസാരിക്കും. പിന്നെ ഭക്ഷണമൊക്കെ ഞങ്ങൾ തന്നെ പാകം ചെയ്യും. അതിൻ്റെ ഇടയിൽ അദ്ദേഹം രാത്രി ഉറക്കമൊഴിഞ്ഞ് ഈ തിരക്കഥകൾ എഴുതും. കഥയും എഴുതും, തിരക്കഥ എഴുതും.
ആ കാലഘട്ടത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ അദ്ദേഹം വിദഗ്ധനാണ്. ചിലപ്പോൾ അദ്ദേഹം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നതിന് എന്നോട് കഴിപ്പിക്കും. പക്ഷേ ഞാനാണ് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്നതിൽ ഞാനാണ് മുൻപന്തിയിലെങ്കിലും അകത്ത് പ്രിപ്പയർ ചെയ്യുന്നതിൽ ശ്രീനിവാസനാണ്, അല്ല എൻ്റെ പ്രിയപ്പെട്ട ശ്രീനിയാണ് മുൻപന്തിയിൽ. അന്ന് ഒരിക്കൽ അദ്ദേഹം ഇതുപോലെ ഞാൻ സാൻഡ്വിച്ചൊക്കെ വാങ്ങി വരുന്നതിന് പകരം അദ്ദേഹം സാൻഡ്വിച്ച് വാങ്ങി തന്ന് അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോകുമ്പോഴത്തെ എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഇത് പോർക്കാണ്, നിങ്ങൾക്ക് പന്നി ഹറാമല്ലേ? ഞാൻ പിന്നെ എന്തിനാ തന്ന്, അല്ല ഞാനൊന്ന് പരീക്ഷിച്ചതാണ്, ഞാൻ ഒരിക്കലും ഇനി അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അന്ന്. ഇത് ഏത് വർഷമായിരുന്നു? 80-കളിൽ. 80 എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ 45 വർഷം. ഞാൻ പിന്നെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ND നാഷണൽ ഡിപ്ലോമ കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സംരക്ഷിച്ച് പിന്നെ മദ്രാസിൽ പോവുകയും അവിടെ അതിൽ ചേരുകയും പഠിക്കുമ്പോഴാണ് ഞാൻ ഈ ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുന്നത്, ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ചേരുന്നത്. അവിടെ വെച്ചിട്ടാണ് ശ്രീനിവാസനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് എൻ്റെ പഠനം പൂർത്തിയാക്കിയില്ല, നേരെ സിനിമാ ഫീൽഡിലേക്ക് വന്നു. അങ്ങനെ ആ പഠനവുമായി മുന്നോട്ട് പോകുമ്പോഴൊക്കെ തന്നെ വളരെ സൗഹൃദബന്ധം, നല്ല സ്നേഹബന്ധം ഇതൊക്കെയാണ്. ഇതൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു പ്രത്യേകത, അദ്ദേഹം ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതിന് മുന്നേ ഇന്ത്യ എന്നുള്ള വികാരം അദ്ദേഹത്തിന് നന്നായിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം SFIയോ DYFIയോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, ചെറിയ പ്രായങ്ങളിൽ, കുറഞ്ഞ കാലത്തുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഇത് തന്നെയായിരുന്നു ആശയം, കമ്മ്യൂണിസ്റ്റ് ആശയമായി. കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറഞ്ഞാൽ അങ്ങനെ തീവ്രതയില്ല, കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെയായിരുന്നു. പക്ഷെ അതിലൊക്കെ ഉപരി അദ്ദേഹം ഇന്ത്യ എന്ന ദേശീയത ഉയർത്തിപ്പിടിക്കുന്നു. മതങ്ങൾ തമ്മിലുള്ള ഇന്റർ ഫെയ്ത്ത് റിലേഷൻഷിപ്പിലും ഇന്ത്യയെ പരിഗണന കൊടുത്തു. അതാണ് ഞാൻ ഇന്നും വെച്ച് പുലർത്തുകയും ഞാൻ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘടനയിലൊക്കെ തലപ്പത്തിൽ ഞാൻ എല്ലാ സ്ഥലത്തും ഈ ശ്രീനിവാസന്റെ ഈ 2 വാക്കുകൾ എടുത്തു. ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ എന്ന വികാരം ഉയർത്തിപ്പിടിക്കണം, ദേശീയത എന്ന വികാരം ഉയർത്തിപ്പിടിക്കണം. അതോടൊപ്പം തന്നെ മതങ്ങൾ തമ്മിൽ ഇന്റർ ഫെയ്ത്ത് റിലേഷൻഷിപ്പിന് മുന്തിയ പരിഗണനയും നൽകണം. ആ നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും കിട്ടിയിട്ടുണ്ട്. അതിന് പൂർണ്ണമായിട്ടും ഉത്തരവാദി ശ്രീനിവാസനാണ്. അങ്ങനെ ശ്രീനിവാസൻ അങ്ങനെ കുറേ മുന്നോട്ട് പോകുമ്പോൾ ശ്രീനിവാസൻ്റെ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഈ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ നവതാര മൂവി മേക്കേഴ്സ് PA ബക്കർ ഡയറക്ടറായിട്ടുള്ള, അതിൻ്റെ മുമ്പ് അദ്ദേഹം ചെറിയ റോളിലൊക്കെ എന്നെ വിളിച്ചു. ശ്രീനിവാസനാണോ വിളിക്കുക? അല്ലല്ല, ശ്രീനിവാസൻ PA ബക്കർ വിളിച്ചു എന്നെ, സംവിധായകൻ. അദ്ദേഹം പറഞ്ഞ് ഇങ്ങനെ ശ്രീനിവാസൻ നിങ്ങളുടെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ശ്രീനിവാസിനെ വെച്ചുകൊണ്ട് ഒരു ചെറിയ റോള് കൊടുത്തുകൊണ്ട് ഒരു സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മണിമുഴക്കത്തിലാണ് ഈ ശ്രീനിവാസനെ വെച്ച് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അന്ന് ശ്രീനിവാസനെ കാണാൻ നല്ല ഭംഗിയും ഒക്കെ ഗെറ്റപ്പൊക്കെ ഉള്ള ആളായിരിക്കും. ഞാനാണ്, പക്ഷെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നതോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് താടി മുടിയും വളർത്തി, തോളിലൊരു സഞ്ചി വന്നു. എനിക്ക് തോന്നി ഞാനൊരു കലാകാരനാണ്, ഇതൊക്കെ വേണമെന്ന്. അങ്ങനെ ഞാൻ ആ ഒരു വശം മുഖം മാത്രം കാണുകയും വലിയ മുടിയും അതോടൊപ്പം താടിയും, അവിടെ മുഖം പണ്ടത്തെ യേശുദാസിന്റെ ഒരു ലുക്കായി, ഒരു സാഹിത്യകാരന്റെ ലുക്കില് നടക്കുക. ആ ഒരു സഞ്ചിയൊക്കെ തോളിലിട്ട് ബുദ്ധിയൊന്നും ഇല്ലെങ്കിലും നടന്ന്. എങ്കിലും ശ്രീനിവാസനും ഇതിപ്പം എന്നെയും PA ബക്കർ കണ്ടപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കാൻ വരാം. അപ്പം PA ബക്കർ പറഞ്ഞും ശ്രീനിവാസനെ മണിമുഴക്കത്തിൽ ചെറിയ ചാൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മണിമുഴക്കത്തിൽ കൊടുത്തു. ഞാൻ അതിൽ ഈ കണ്ടിന്യൂറ്റി നോട്ട് ചെയ്യുന്ന സഹസംവിധായകന്റെ താഴെയുള്ള ഒരാളായി അതിൽ നിങ്ങൾ വർക്ക് ചെയ്തു. അങ്ങനെയാണ് ഞാനും ബക്കർക്കയും തമ്മിൽ PA ബക്കർ അദ്ദേഹവും നല്ല ബന്ധമായി. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സലാം കാരിശ്ശേരി സംഘഗാനം എന്ന് പറഞ്ഞിട്ട് നവതാര മൂവി മേക്കേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പടം നടക്കുന്നത്. അപ്പോൾ എന്നോട് വന്ന് തീവ്രക്കാരനെയും ഫുൾ ടൈം സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യണം. PA ബക്കറാണ് സംവിധായകൻ, ശ്രീനിയാണ് അതിൻ്റെ ത്രൂ ഔട്ട് റോൾ, ശ്രീനിയാണ് നായകൻ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഉയരം കുറഞ്ഞ ഈ നിറവും പോലവും ഇല്ലാത്ത ശ്രീനിവാസൻ എങ്ങനെയാ വരും, അന്നത്തെ നായക സങ്കല്പത്തിലില്ല. അപ്പോൾ നോക്കുമ്പോഴേ അതിലെന്താണെന്ന് വെച്ചാൽ ഒരു അഭ്യസ്ത വിദ്യനായ തൊഴിൽ ചെയ്തത് അദ്ദേഹം ഒരു തൊഴിലന്വേഷകനായിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ആദ്യം ഒരു പണക്കാരനെ കണ്ടുപിടിക്കും, പിന്നെ ഇടത്തരക്കാരനെ കണ്ടുപിടിക്കും, പിന്നെ ഒരു പാവത്തിനെ കണ്ടുപിടിക്കും. അപ്പോൾ അവരുടെ അടുത്തുള്ള പ്രതീതി പോണ വഴിയിൽ പാർക്കിൽ കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ആളുകളെ കണ്ടു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് കഞ്ചാവ് അഭിനയിച്ചു. അപ്പം ശ്രീനിവാസൻ നിങ്ങൾ ഗൗതമനെ കണ്ടിരുന്നോ? എവിടെയാണ് ഗൗതമൻ ഉള്ളത്? അപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഗൗതമൻ എന്നെ രക്ഷിക്കും,
ഗൗതമൻ എന്നെ രക്ഷിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരൻ. ആ സിനിമ ഇറങ്ങിയ സിനിമ മാത്രമല്ല, അത് ലോകോത്തര ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട്. സംഘഗാനം. അതിൽ രാമു കരിയേട്ടാണ് അതിൽ പണക്കാരനായിട്ട് അഭിനയിച്ചത്. തീർച്ചയായും. പിന്നീട് ഇടത്തരക്കാരൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോഴിക്കോടുള്ള മധു മാസ്റ്ററായിരുന്നു ഏറ്റവും താഴേക്കിടയിലുള്ള. നമ്മുടെ നാട്ടിലെ കേരളത്തിലൊക്കെ അത് കളിച്ചിട്ടുണ്ട്. അത് ഈ 80 കാലഘട്ടത്തിലാണ്. അല്ല, അതിന് ശേഷം 80-ലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഒരുപാട് പനോരമയിൽ, ഇന്ത്യൻ പനോരമയിൽ, അതുപോലെ വിദേശത്ത് ഒക്കെ ഒരുപാട് അതിന്റെ പിന്നെ സാമ്പത്തികമൊക്കെ തന്നെ എന്റെ പ്രൊഡ്യൂസറായ നവതാര മൂവി മേക്കേഴ്സിന് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. അതിലൂടെയാണ് ശ്രീനിവാസൻ സിനിമയിലേക്ക് പിന്നെ സ്റ്റെപ്പായി കയറി. അതിന് വേറൊരു രസമുണ്ട്. അപ്പോൾ ഈ നവതാര മൂവി മേക്കേഴ്സ് എന്ത് ചെയ്തത്, ഞാൻ സഹസംവിധായകൻ മാത്രമല്ല നവതാര മൂവി മേക്കേഴ്സിന്റെ മാനേജറും ആക്കിയത്. അപ്പോൾ റെമ്യൂണറേഷൻ കൊടുക്കേണ്ട ചുമതല എനിക്ക്. അങ്ങനെ ശ്രീനിവാസനോട് ഞാൻ ചോദിച്ചു, ശ്രീനിവാസൻ എന്താ വേണ്ടത്? അതൊന്നും ഞാൻ പറയില്ല, അത് ലത്തീഫ് ഇഷ്ടമുള്ളത് തന്നോളൂ. അങ്ങനെ ഞാൻ 1000 രൂപ കൊടുത്തു. 1000 രൂപ റെമ്യൂണറേഷൻ കൊടുത്ത് അന്ന് ശ്രീനിവാസന് വാങ്ങിയിട്ട് വളരെ ഹാപ്പിയാണ്. നമുക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുള്ളത്, ഇതില് പ്രധാനപ്പെട്ട ഒരു ഏരിയ ഉണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീനിവാസൻ നിങ്ങളെ കൂടെ റൂമിൽ താമസിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ രാത്രിയിൽ ഇരുന്ന് എഴുതാറുണ്ട്. അതൊരു പ്രത്യേകമായിട്ട് അത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ആയിരുന്നു അദ്ദേഹം. സത്യനന്ദിക്കാടിന്റെ ഒരു ഇതിൽ കണ്ടിട്ടുണ്ട്, ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. രാത്രി സത്യനന്ദിക്കാടുമായിട്ട് ചർച്ച ചെയ്ത് പിരിഞ്ഞു കഴിയും, രാവിലെ ചെയ്യാനുള്ള തീരുമാനം വെക്കും. അപ്പൊ ഇനി രാവിലെ വന്ന് ചെയ്യേണ്ട കുറെ വർക്കുകൾ ഉണ്ടെന്ന് വിചാരിച്ച് സത്യനന്ദിക്കാട് തിരിച്ചു വരുമ്പോൾ രാത്രിയിൽ ഈ വർക്കൊക്കെ തീർത്ത് ശ്രീനിവാസൻ വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അയാളുടെ അടുത്ത് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തം നിർവഹിച്ച ശേഷം അത് ഉറങ്ങാൻ കിടക്കും. രാവിലെ ഞാൻ തട്ടി വിളിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ റൂമിൽ മുഴുവനും കടലാസ് കിട്ടിയിട്ടും സിഗരറ്റ് കുട്ടികളും. പക്ഷെ ഞാൻ ഇതുവരെ, എല്ലാവരും പറയുമെങ്കിലും ഞാൻ ഇതുവരെ അദ്ദേഹത്തിൻ്റെ എഴുതുന്ന മേശൻ്റെ മുകളിൽ ബോട്ടൽ കണ്ടിട്ടില്ല. പക്ഷേ സിഗരറ്റ് കുറ്റികളും അതേപോലെ തന്നെ ഒരുപാട് എഴുതിയ കടലാസുകൾ ചുട്ടിട്ടൊക്കെ ഞാൻ കാണാം. പിന്നെ ലോഡ്ജിലും മുമ്പ് രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങുമ്പോൾ പിന്നെ ഹാപ്പി ലോഡ്ജിലെ പോയിന്ന് വിളിച്ചു ആ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ്. ഇപ്പൊ നമ്മള് കണ്ടിരുന്ന ശ്രീനിവാസന്റെ കുറച്ച് പ്രധാനപ്പെട്ട സിനിമകളുണ്ട്. സന്ദേശം, പിന്നെ അതേപോലെ ചിന്താവിഷ്ടയ ശ്യാമള, ഇതുപോലത്തെ കുറെ സിനിമകൾക്ക് നമ്മൾ കാണുന്ന, ഇപ്പൊ എന്നെ പോലത്തെ ആൾക്കാരൊക്കെ കാണുന്ന പ്രത്യേകത, കേരളത്തിൽ നമ്മളെ മലയാള സിനിമയിൽ ഒരാളും അതിനു മുമ്പ് അങ്ങനെ ഒരു രചന അവതരണവും ചെയ്തിട്ടുമില്ല, ഇനിയും വരാൻ സാധ്യതയില്ല എന്ന് നമ്മൾ കരുതുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അതിന് പ്രസക്തി. ഇന്നും ചില വിഷയങ്ങളൊക്കെ നമ്മൾ സന്ദേശത്തിലത്തതൊക്കെ ഇന്നും നമ്മളെ ആൾക്കാർ ഉപയോഗിക്കുന്ന പല വേർഡ്സും ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധങ്ങളിൽ, റൂമുകളിലും നിങ്ങളുടെ സുഹൃബന്ധത്തിലൊക്കെ ഇതുപോലെ തന്നെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. വാക്കുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അഖില മേഖലയിലുള്ള സംഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ തിരക്കഥകളിലൂടെ വരുന്നത്. കഥകളും തിരക്കഥകളും ആക്കി മാറ്റി അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു മേഖല, അല്ലെങ്കിൽ ഈ ഒരു വേദി, സിനിമാ വേദി, അതൊരു വല്ലാത്ത ഇതാണ്. ശരിക്കും പിന്നെ ശ്രീനിവാസനെ പഠിക്കണമെങ്കിൽ ശ്രീനിവാസനിലുള്ള കഥകൾ, അദ്ദേഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ തിരക്കഥകളിലെ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ, അതോടൊപ്പം തന്നെ സിനിമയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം. ശ്രീനിവാസനെ വായിക്കണമെങ്കിൽ ഈ മൂന്നും വായിക്കാതെ പൂർത്തിയാകില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ എവിടെയും എപ്പോഴും തുറന്നു പറയും, ശ്രീനിവാസനെ നിങ്ങൾക്ക് പഠിക്കണോ, ശ്രീനിവാസൻ്റെ കഥകൾ അറിയണം, ശ്രീനിവാസൻ്റെ തിരക്കഥകൾ അറിയണം, പിന്നെ ശരം പോലെന്ന് പിന്നെ കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയവും, എല്ലാത്തിലും ഇത്രയും നാച്ചുറൽ. കാരണം ഇത്രയും ഉയരം കുറഞ്ഞ, നിറം കുറഞ്ഞ, ഒരു വലിയ സുന്ദരനൊന്നുമല്ലാത്ത, പിന്നെ വിരൂപനല്ല. പക്ഷെ പല സദസ്സുകളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ നിൽക്കുന്ന മമ്മൂട്ടിയും മോഹൻലാലും നിങ്ങളുടെ സൂപ്പർ സ്റ്റാറാണ്, പക്ഷെ അവരുടെ സൂപ്പർ സ്റ്റാർ ഒരാളുണ്ട്, അത് ശ്രീനിവാസനാണെന്ന് പറഞ്ഞൊരു സദസ്സുണ്ടായിട്ടുണ്ട്. മമ്മൂട്ടി പോലും ഇപ്പൊ നമുക്ക് കേരളത്തിൽ അറിയാം, മമ്മൂട്ടി പൊതുവെ ആൾക്കാരോട് പെരുമാറുന്ന രീതിയിൽ മമ്മൂട്ടിനെ എല്ലാവരും ബഹുമാനിക്കുകയും റെസ്പെക്ട് ചെയ്യും. മമ്മൂട്ടിന്റെ വാക്കുകളുടെ രീതിയാണ്. ആ മമ്മൂട്ടി പോലും പേടിക്കുന്ന ഒരാൾ, വാക്കുകൾ കൊണ്ട് പേടിക്കുന്ന ഒരാൾ ശ്രീനിവാസനാണ് ഒരു സ്ഥലത്ത് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ, ശ്രീനിവാസന് ആരായാലും എന്താണോ പറയാനുള്ളത് അത് ദേഷ്യത്തിലല്ലാതെ അദ്ദേഹത്തിന് ഒരു കളിയാക്കലിലൂടെ ആ വിഷയം അദ്ദേഹം പറയാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്.
നമ്മളൊക്കെ കേൾക്കുന്നത്. അതിന് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു 4 വാചകം ഉപയോഗിക്കും. നിങ്ങൾ വലിയ ഈശ്വര വിശ്വാസിക്കായിരിക്കും. എന്നെ സംബന്ധിച്ചോളം ജ്ഞാനമാണ് ഈശ്വരൻ, അതേപോലെ സ്നേഹമാണ് ഈശ്വരൻ, അതേപോലെ തന്നെ നന്മയാണ് ഈശ്വരൻ, അതേപോലെ നമ്മിലാണ് ഈശ്വരൻ. ഈ ഒരു കൺസെപ്റ്റാണ് അദ്ദേഹത്തിന്. ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ആരോടും ഏത് രൂപത്തിൽ പെരുമാറും. അതുകൊണ്ടാണ് മമ്മൂട്ടിനായാലും മോഹൻലാലിനായാലും എന്നെപ്പോലും വരച്ച് വരയുന്ന അദ്ദേഹം നടത്തിയത്. അപ്പം പിന്നെ ഞങ്ങൾ ഹാപ്പി ലോഡ്ജ് എന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റെല്ല മാരി കോളേജിൻ്റെ ഓപ്പോസിറ്റ് തന്നെ. അവിടെ നല്ല സുന്ദരികളായ പെൺകുട്ടികളൊക്കെ വരുമ്പോൾ ഞാൻ ശ്രീനിവാസനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികളെ നോക്കി പറയും, അത് വിട്, അവർ വയ്ക്കി പോട്ടെ. ഞാൻ ചില കമൻറ്റുകളൊക്കെ പറയുമ്പോഴേ പിന്നെ അതേപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു വുഡ്ലാൻഡ്സ് ഡ്രൈവിംഗ് റെസ്റ്റോറൻറ്റ്, അവിടെ ഞങ്ങൾ വൈകുന്നേര കാലങ്ങളിൽ ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയനാണ്. ഈ കോളേജിലെ കുട്ടികളുണ്ടാവും. അപ്പം ഞങ്ങൾ നല്ല സുഹൃത്ത് ബന്ധം. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ ബന്ധം ലത്തീഫ് സൂക്ഷിച്ചോ, പക്ഷേ എനിക്ക് ആ ബന്ധം സൂക്ഷിക്കാനുള്ള സമയമോ സന്ദർഭമില്ല. എനിക്ക് പിന്നെ ഒരു സംവിധായകൻ്റെ റോളല്ല. എനിക്ക് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ എനിക്കത് പ്രകടിപ്പിക്കണം, അതോടൊപ്പം തന്നെ എനിക്കത് വിഷ്വലൈസ് ചെയ്യും. ഈ 3 കാര്യങ്ങൾ ലത്തീഫിന് അതല്ല. ലത്തീഫിന് അതിൻ്റെ ആംഗിൾ നോക്കിയാണ്, അതിന് ഫ്രെയിം നോക്കിയാണ്, അതിൻ്റെതായ പിന്നെ ഡ്യൂറേഷൻ. ഇന്നത്തെ സിനിമാ ഫീൽഡിൽ ആരെങ്കിലും ആൾക്കാർ നിങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്? നിങ്ങൾ ആ ലോഡ്ജിലോ ആ ക്ലാസ്സിലോ ആ പഠിക്കുന്ന ബാച്ചിലോ ആ കോളേജിലോ ആ ടൈമിനുണ്ടായിരുന്ന സിനിമയിലുള്ള മറ്റാരെങ്കിലും പ്രധാനപ്പെട്ട ആളുകളൊക്കെ മരിച്ചു. അത് പിന്നെ PA ഭക്തർ മരിച്ചുപോയി, പിന്നെ ക്യാമറമാൻ ബിന്ദാസ് മരിച്ചുപോയി, പിന്നെ അതിൽ എഡിറ്റർ പിന്നെ രവി മരിച്ചുപോയി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മദ്രാസിലെ RK ലാബിൻ്റെയും അതേപോലെ തന്നെ വടപള്ളിൻ്റെയും പിന്നെ അതേപോലെ അങ്ങനെയുള്ള സ്റ്റുഡിയോകളിലെ പല ആളുകളും മരിച്ചുപോയി. പിന്നെ അതിൽ ഉള്ളത് സഹസംവിധായകനായ ആദം അയ്യൂബ്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ ഈ സിനിമാ ഫീൽഡിൽ കുറച്ച് ഇങ്ങനെ പോകുമ്പോൾ എന്നോട് ശ്രീനിവാസൻ പറഞ്ഞു, നിങ്ങൾ പിന്നെ യാഥാസ്ഥിതിക മുസ്ലിമല്ല, നവോത്ഥാന മുസ്ലിമാണ്, എന്നാലും നിങ്ങളുടെ ഈ രൂപത്തിൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മുടിയൊക്കെ കട്ടില്ല. സത്യത്തിൽ നിങ്ങൾ ചെന്നൈയിലേക്ക് പോയത് ഒരു നടനാവാനാണോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നത്? മറ്റ് നിങ്ങൾ ശരിക്കും ഞാനൊരു പിന്നെ ഇന്നത്തെ നമ്മളെ CA അല്ലെ പിന്നെ ICICA അതേപോലുള്ള ഞാനൊരു കോമേഴ്സ് ND നാഷണൽ ഡിപ്ലോമ കോമേഴ്സിൽ ചേരാൻ പോയത്. അപ്പോഴാണ് ഈ സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന കൊണ്ട് ആകർഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ പിന്നെ അതിന് പോകുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റും പോയി. മദ്രാസ് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞ് ഹോട്ടൽ മാനേജ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പൊ നിങ്ങൾ ശരിക്കും സിനിമയിലേക്ക് തേടി പോയതല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അതിൽ നിലനിൽക്കാതെ അതിന് കുറഞ്ഞ കാലം മാത്രം നിന്ന് തിരിച്ചു വന്നു. ആ കാലഘട്ടത്തിൽ ശ്രീനിവാസന്റെ ഒക്കെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു? വളരെ ദയനീയമായിരുന്നു. അതുകൊണ്ട് കൊടുക്കാനൊന്നുമില്ല. ഞാൻ ഈ സംഘകാലത്തിൽ അഭിനയിച്ചതിന് പ്രതിഫലമായിട്ട് 1000 രൂപ കൊടുത്തപ്പോൾ അയാളുടെ സന്തോഷം എന്താണ്? ആ സമയത്ത് ഈ നിങ്ങൾ താമസിക്കുന്ന ലോഡ്ജുകളിലും ഭക്ഷണത്തിന്റെ ചെലവുകളൊക്കെ എങ്ങനെയായിരിക്കും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്? അത് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. അതിന് ആ ഹാപ്പി ലോഡ്ജിൽ ഞങ്ങളൊരു വലിയ ടീമുണ്ട്. അതിൽ 2 പണക്കാരുണ്ട്. അവര് കാര്യമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ആ സമയത്ത് സുഹൃത്തുക്കൾ അവര് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പണം മാത്രം ഉള്ള ആളുകൾക്ക് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പിന്നെ അഭിനയിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സംവിധാനം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങളുടെ വലിയ റെസ്പെക്റ്റാണ്. ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഈ ചെറുപ്പക്കാർ ചെയ്യാം. അങ്ങനെ പലർക്കും പല സഹായങ്ങളും ആ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ മാതിരിയല്ല. നിഷ്കളങ്കരാണ് ആളുകളൊക്കെ. നല്ല പിന്നെ സ്നേഹവും സൗഹാർദ്ദവും ഇന്നും നിഷ്കളങ്കരൊക്കെ ഉണ്ട്. പക്ഷെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഉള്ളിലൊക്കെ എവിടെയോ എന്തോ ചെറിയൊരു കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇന്ന് പിന്നെ എല്ലാം പിന്നെ AI-യും അതിന് മുമ്പ് IT ഒക്കെ ആയിട്ട് വളരെ മുമ്പിലെത്തില്ല. വരത്തുമ്പിൽ സിനിമ എത്തിയപ്പോഴേക്കും പിന്നെ ഞാനൊക്കെ അറിഞ്ഞാൽ എന്താ പോകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് റൂമിലോ നിങ്ങൾ പേഴ്സണലി നടക്കുന്ന സമയങ്ങളിലോ ഒക്കെ മറ്റാർക്കും ആർക്കും അറിയാത്ത നിങ്ങൾക്ക് ഇന്ന് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു നർമ്മപരമായിട്ടോ അല്ലെങ്കിൽ ശ്രീനിവാസൻ ഇതുവരെ നമ്മളെ സമൂഹത്തിലേക്ക് നൽകിയ സിനിമയിലൂടെ നൽകിയ രീതിയിലോ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും രസകരമായ മുഹൂർത്തങ്ങളോ ഉണ്ട്? ഒരു കുട്ടീനെ പ്രേമിച്ചു ചെന്നൈയിലല്ല നാട്ടില്. ആ നാട്ടിലെ പിന്നെ എന്നോട് അതിന്റെ ശാലീനതയും അതിന്റെ മറ്റേ കുലീനതയും ഒക്കെ പറഞ്ഞു വിവരിക്കും. അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ
അത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ്. ഓക്കെ. അതുകൊണ്ടാണ് അദ്ദേഹം സാമ്പത്തികമുള്ള ആളായി അല്ല, സാമ്പത്തികമില്ല. അദ്ദേഹം വളരെ സാമ്പത്തികമായിട്ട് കുറഞ്ഞ ഒരാളാണ്. ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ഒരു മകനാണ്. വേറെ കാര്യമായിട്ട് ഈ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് സഹായിക്കാൻ നാട്ടിലോ അല്ലെങ്കിൽ ബന്ധത്തിലോ ആളുകളുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഒരു കുട്ടീനെ പ്രേമിച്ചപ്പോൾ ആ കുട്ടീനോട് നേരിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് ലത്തീഫിനെ എങ്ങനെ. ഞാൻ പറഞ്ഞു ഞാൻ അതിന് മെനക്കെട്ടിട്ടില്ല. കാരണം ഒന്ന്, ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിയാണ്. പിന്നെ രണ്ടാമത് പിന്നീട് സമീപകാലത്താണ് ഞാൻ അദ്ദേഹം ചെന്നൈയിൽ വന്ന സമയത്താണോ അവിടെ? അതെ, അവിടെ പ്രേമുണ്ടായിരുന്നു. അപ്പൊ ഈ കത്ത് എഴുതാറോ കത്ത് വരാറോ ഒക്കെ ഉണ്ടോ അന്നത്തെ കാലത്ത്? അതൊക്കെ എന്നിട്ട് അദ്ദേഹത്തിന്റെ അഡ്രസ്സിലാണ് എനിക്കും അദ്ദേഹത്തിന് കത്ത് വരിക. എല്ലാവരും ഞങ്ങൾ എല്ലാവരും വന്നാൽ ആദ്യം തന്നെ ഹോട്ടലിലെ അതിനോട് റിസപ്ഷനോട് ചോദിക്കും, ഇല്ല ഇന്ന് വല്ല ലെറ്റർ ഉണ്ടോ? കാരണം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കും. അപ്പൊ ഇതിന്റെ ഒരു വിഷയം നർമ്മമായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ടുള്ള ഒരു മറ്റുള്ളവർക്ക് ആർക്കും അറിയാത്ത ലത്തീഫ് ഖാന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഏതെങ്കിലും ഒരു മുഹൂർത്തം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായും ഒന്ന് പറയോ. അദ്ദേഹം ഒരു തരത്തിലും ഒരു വഞ്ചനയോ കാപട്യോ ഒന്നും വ്യക്തി ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കുട്ടിക്ക് നിങ്ങൾ എന്തൊക്കെ പ്രതീക്ഷ കൊടുത്തത്? ആ കുട്ടിക്ക് ഞാൻ കൊടുത്തത് ഒരു സിനിമ ഫീൽഡിലേക്ക് ഞാൻ പോവുകയാണ്, ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെട്ടില്ല. അപ്പം അവൾ ചോദിച്ചു പോലും, രക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നോക്കി? അല്ല, രക്ഷപ്പെട്ടില്ല പറഞ്ഞാൽ ഞാനതിന് പേര്, കാരണം എൻ്റെ രൂപം നീ കണ്ടില്ലേ, അതേപോലെ തന്നെ എൻ്റെ സാമ്പത്തികം എനിക്കറിയുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രൂപത്തിനെയോ നിങ്ങളുടെ സമ്പത്തിനോ ഒന്നല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിനെയാണ്, നിങ്ങളുടെ സ്വഭാവത്തിനെയാണ്. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, അത്രയും നല്ല സ്വഭാവങ്ങൾക്ക് ഉണ്ട് എന്നാണ് അവൾ പറയുന്നത്. ഞാൻ അത്ര ഒരു കാണുന്നത്, നിങ്ങളൊരു സാത്വികനായിട്ട്, നിങ്ങളൊരു നിശബ്ദനായിട്ട്, നിങ്ങളുടേതായ പഠനവും അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കുറച്ച് സമയം എൻ്റെ കൂടെ ചിലവഴിക്കുക, എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുകയും തമാശ പറയും. പിന്നെ നിങ്ങൾ റൂമിൽ പോയാൽ നിങ്ങൾ ലൈറ്റ് അണയ്ക്കാതെ അവിടെ കിടക്കുന്നവരാണ്. പക്ഷെ കിടക്കുന്നില്ല എന്നുള്ള രാവിലെ ഞാൻ നിങ്ങളെ തട്ടി വിളിക്കുമ്പോൾ അറിയാം, നിങ്ങൾ അപ്പോഴാണ് കച്ചവടം കൂടി വരുന്നത്. എനിക്ക് ആ റൂമിൽ ഭക്ഷണം സ്ഥിരമായിട്ട് നല്ല പങ്ക്ച്വലായിട്ട് കഴിക്കാറുണ്ട്. ഇല്ല, ഞങ്ങളൊരു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് പരിധിയും പരിമിതിയാണ്. അത് പരിമിതി സാമ്പത്തികമാണ്. അതല്ലാതെ ഭക്ഷണപ്രിയനായിരുന്നു അതൊന്നല്ല, ഭക്ഷണപ്രിയനായിരുന്നില്ല, ഒന്നുമില്ല. ഇഷ്ടമുള്ള ഏതെങ്കിലും ഭക്ഷണം അതുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഭക്ഷണത്തിനോട് കിട്ടുന്നത് എന്താണോ അത് കഴിക്കും, അത് ഷെയർ ചെയ്യാൻ ശ്രമിക്കും. അതിലാണല്ലോ ഞാൻ ഒരിക്കലും പറഞ്ഞത്, ഈ ഞങ്ങൾ അന്ന് ഭക്ഷണം വെക്കാത്ത ദിവസം പുള്ളി പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതിൽ പന്നി കൊണ്ടുവന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞാൽ ഇനി എന്റെ ഭാഗത്ത് പന്നീന്റെ ഫുഡ് ഇതുപോലെ ഇതൊക്കെ അവിടെ കിട്ടും, നന്നായിട്ട് കിട്ടും, നല്ല സ്ലൈസ് കിട്ടും. ഇപ്പോഴത്തെ ഇവിടുത്തെ നമ്മുടെ ബ്രോസ്റ്റഡില്ലേ, ബ്രോസ്റ്റഡിന്റെ അല്ലെങ്കിൽ സാൻഡ്വിച്ചിന്റെ മോഡൽ ലോക്കലി ഉണ്ടാക്കുന്ന അല്ലല്ല, സ്ലൈസ് നല്ല അവിടെ ഉണ്ടാക്കുന്ന നല്ല സ്ലൈസ് കിട്ടും. അയാളുടെ അടുത്ത് നമുക്ക് വിശ്വസിക്കാം. അത് സംസാരത്തിലായാലും പ്രവൃത്തിയിലായാലും ഒക്കെ എന്ന് വെച്ചാൽ അദ്ദേഹം നേരെ ചുവ ചിന്തിക്കുന്നത്, റൈറ്റ് ടു വേണം, നേർപാതയിൽ മാത്രമേ അയാൾ സഞ്ചരിക്കുള്ളൂ. ഒരു വഞ്ചന അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലില്ല, സംഭാഷണത്തിലില്ല, എവിടെയും ചതിക്കാനുള്ള അങ്ങനെയൊന്നുമില്ല. സിനിമ ഫീൽഡിൽ പൊതുവെ ഉണ്ടാകുന്ന അത്തരം കാര്യങ്ങളൊന്നുമില്ല. സാമ്പത്തിക ഇടപാട് എങ്ങനെയായിരിക്കും അദ്ദേഹം ചെയ്തിരുന്നത്? അതൊക്കെ വളരെ കണിശമായിട്ടാണ്. ഇപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന പുള്ളിക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് അയാൾക്ക് ഏതെങ്കിലും സോഴ്സിൽ നിന്ന് കിട്ടിയാൽ ഉടനെ അത് തിരിച്ചു. ഒരു തരത്തിലുള്ള ഒരു ചീറ്റിങ് അദ്ദേഹത്തിൻ്റെ, ഒരു വഞ്ചനയില്ല, സംസാരത്തിൽ ഇതാക്കുന്നുണ്ട്, ഒരു ഈർപ്പില്ല, എല്ലാം അയാൾക്കറിയാം. എനിക്ക് ഒരുപാട് പരിധിയും പരിമിതികളുണ്ട്, അത് നല്ലോണം ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹം ഈ താലി കിട്ടിയിട്ട് ആ കുട്ടിയായിട്ട് ചെന്നൈയിൽ വന്നിരുന്നു? ഇല്ല, ഒരിക്കലും വന്നില്ല. പിന്നെ ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കണ്ടു നാട്ടിലേക്ക് എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ നായ തിരക്കില്ല, താടി മുടിയൊക്കെ എടുത്ത് നാട്ടിൽ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ബന്ധം കിട്ടും. നിങ്ങൾ തറവാട്ടുകാരനാണെന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്, ഞാൻ അറിയില്ല. പിന്നെ സാമ്പത്തിക ശേഷി അത്യാവശ്യം ഉണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണൊക്കെ കിട്ടും. അമ്മ ഇല്ലാത്തതൊന്നും ഒരു വീഴ്ചയാവില്ല, കാരണം നിങ്ങൾക്ക് ബന്ധുക്കളുണ്ട്, മിത്രാദികളുണ്ട്, വലിയ നിങ്ങളുടെ പിതാവ് വലിയ കുടുംബത്തിൽപ്പെട്ടതാണ്, മാതാവിൻ്റെ കുടുംബം വലിയതാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നു. അപ്പോൾ ആ നിലയിലൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട്. അതായത് നിങ്ങൾക്ക് ആ സമയത്ത് ഉമ്മ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇനി കല്യാണം കഴിക്കാനുള്ള കോൺഫിഡൻസോ ആ രീതിയിലുള്ള ഒരു ധൈര്യമില്ലായ്മ ആൾക്ക് നിങ്ങളുടെ സുഹൃത്തിന് ഫീൽ ചെയ്തു. അതെ അതെ, അതിന് നിങ്ങൾക്ക് കോൺഫിഡൻസും ധൈര്യവും തരികയാണ്. അപ്പൊ അത് ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷൻ വലിയ കോൺട്രിബ്യൂഷനാണ്. കാരണം തിരിച്ചു വന്ന് കല്യാണം കഴിക്കാനുള്ള ഒരാളുടെ ഭാവിയിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഒരു സുഹൃത്ത് കല്യാണം കഴിക്കാതിരിക്കട്ടെ, എനിക്കെന്ത് കാര്യം എന്നാണോ, ഇതല്ല.
ഞാൻ പോയി നാട്ടിൽ പോയിട്ട് നല്ല ഒരു ഉത്തമ പൗരനായിട്ട് നിന്ന് നല്ലൊരു വിവാഹബന്ധം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തിരിച്ചയച്ചത് ശ്രീനിവാസൻ. ഓക്കെ, നിങ്ങൾ എന്നാണ് നിങ്ങൾ ഇതേപോലെ ഒരു കണക്ഷൻ വിട്ട് നിങ്ങളെ വഴിയിലും അദ്ദേഹത്തിന്റെ വഴിയിലേക്കും പോകുന്ന ഒരു കാലഘട്ടം ഏതായിരിക്കും? അവിടെ എത്ര വർഷം? അത് ഞാൻ വിവാഹത്തിന് ശേഷം നിങ്ങൾ വന്ന് വിവാഹം കഴിച്ചു, അപ്പോഴും അദ്ദേഹവും നിങ്ങളും അവിടെ ഉണ്ടായിരുന്നു? അതെ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതിന് ശേഷമാണ് ഞാൻ വിവാഹത്തിന്. അപ്പൊ അദ്ദേഹത്തിനെ ചോദിച്ചാൽ അദ്ദേഹം എനിക്ക് വരാൻ ഒഴിവില്ല, ഞാനിത് നിരന്തരം. അപ്പോഴേക്കും അദ്ദേഹം ബിസിയായി മാത്രമല്ല, അദ്ദേഹം പിന്നീട് അടിക്കടി ഉയരുകയാണ്. തിരക്കഥകളും അതേപോലെ കഥകളും തിരക്കഥകളുമായിട്ടും അതേപോലെ തന്നെ സംഭാഷണങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞത് ചാട്ടുള്ളി പോലുള്ള സംഭാഷണം നടൻ. അപ്പൊ ഞാനിവിടെ നാട്ടിൽ കുടുംബസമേതം അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം നോക്കുമ്പോഴേ ഇദ്ദേഹം ഉയർച്ചയിലേക്ക് പോകും, ഞാൻ മറ്റു ഫീൽഡിലേക്ക് പോകും. അദ്ദേഹം ചെന്നൈയിൽ തന്നെയാണ് അപ്പോഴും? അദ്ദേഹം ചെന്നൈയിലാണ്. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അതിന്റെ കാരണം പിന്നെ ഒരു വലിയ അയാൾ നല്ല തിരക്കിൽ ഞാനും അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഇവിടേക്ക് വന്നു. പിന്നീട് എനിക്ക് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയും. കാരണം അദ്ദേഹം ഒരു സിനിമാ രംഗത്തുള്ള ഒരു എഴുത്തുകാരനാണ്, ഒരു നടനാണ്, ഒരു സംവിധായകൻ. എനിക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിനെ വേണം. പക്ഷെ അദ്ദേഹത്തിന് എന്നെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, കാരണം ഇന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പൊ എൻ്റെ ഒരു നമ്പർ ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ തിരക്കിൽ ബുദ്ധിമുട്ടിക്കേണ്ടതാണ് ഞാൻ മാറി. പിന്നീട് അതിന്റെ ഇടക്കാലത്ത് കോഴിക്കോട് ടാഗോർ സെന്ററിനാളിൽ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഒരു വിങ്, ഒരു കുട്ടികളില്ലാത്തവർക്ക് ഈ ഏഷ്യാറ്റിക് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിങ് തുടങ്ങുന്നതിന്റെ ഉദ്ഘാടനത്തിന് ശ്രീനിവാസനാണ് ഉദ്ഘാടനം. അപ്പൊ ശ്രീനിവാസൻ കോഴിക്കോട്. അപ്പൊ ശ്രീനിവാസൻ അത് നേരത്തെ തന്നെ ടാഗോറിൽ വന്ന് കാത്തിരിക്കാം. അപ്പോൾ ടാഗോറിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ ക്ഷണിച്ചത് എൻ്റെ മകൻ്റെ മൂത്ത ഡോക്ടറിലോ എൻ്റെ അങ്കിള് ഡോക്ടർ മുഹമ്മദ് ശ്രീനിവാസൻ തമ്മിൽ സുഹൃത്തുക്കളാണ്. അപ്പം മുഹമ്മദ് ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീനിവാസൻ തലേന്ന് തന്നെ വന്ന് കോഴിക്കോട് താമസമാക്കി. അപ്പോൾ നേരത്തെ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഹാളിൽ വന്നിരിക്കുന്നത്. പിന്നീട് നോക്കുമ്പോൾ അദ്ദേഹം ആരുമില്ലാത്തതുകൊണ്ട് ഈ ടാഗോറിൻ്റെ ഏകദേശം മധ്യത്തിലായിട്ട് ഇരുന്ന് ഒരു വീക്കിൽ വായിച്ചിരിക്കും. അപ്പോൾ ഞാൻ നോക്കും വലിയ ആളുകളൊന്നുമില്ല, നടുവിൽ ഒരാളിരിക്കുന്ന, അപ്പുറം പിന്നെ നമ്മുടെ PT ഉഷയാണെന്ന് തോന്നുന്നുണ്ട്, കുറേ 2-3 സ്ത്രീകളുണ്ട്, എല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്ത് കുറച്ചും കൂടെ അടുത്ത് അതേ ഇരിക്കുന്ന റോവിൻ്റെ തൊട്ട താഴെയുള്ള റോയിൽ കുറച്ച് നേരം ഇരിക്കുന്നു. ഇന്നപ്പോഴേ അദ്ദേഹം ഇങ്ങനെ ഒരു വീക്കിലി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശബ്ദത്തിലേക്ക് എത്തി. ഒരു വലിയ ആളായിപ്പോയി. ഞാൻ എവിടെ ഉണ്ടെന്ന് ആർക്കറിയില്ല. ഞാനൊരു ചെറിയ സിനിമാ പ്രവർത്തകനായിട്ട്, സംവിധായകനായിട്ട്, നടനായിട്ട്, തിരക്കഥാകൃത്തായിട്ട് ഈ മേഖലയിൽ. അദ്ദേഹത്തിന് തിരക്കഥ ചിലതൊക്കെ അജയൻ എന്നുള്ള പേരിലാണ് അറിയുന്നത്. പക്ഷെ നിങ്ങൾ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇദ്ദേഹം എന്നെ പറ്റിയിട്ടാണ് വീക്കിലി നോക്കി പറയുന്നത്. അപ്പോൾ ഞാൻ എന്നെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് എഴുതിലേക്ക്. അപ്പോൾ അദ്ദേഹം അപ്പോഴത്തേക്ക് പിന്നെ ഹോളിലെ ആളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് എന്താ മിസ്റ്റർ യാതൊരു ബന്ധം നിലനിർത്താതെ ഇങ്ങനെ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളെ ഓർമ്മ മനസ്സിലായി, പക്ഷെ നിങ്ങൾക്ക് മടി ആളുമായിട്ട് പോയി ഷെയ്ക്കേൻ്റെ കൊടുത്ത് ലോക്യം പറയാം. അദ്ദേഹം അത്ര ഉന്നതിയിലെത്തി പോയി. അല്ല, ഉന്നതിയിൽ ഷെയ്ക്കേൻ്റെ കൊടുത്ത് നമ്മളെ പഴയ സുഹൃത്തിനെ പോയിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ കോൺഫിഡൻസ് കിട്ടിയില്ല. കാരണം അദ്ദേഹം പിന്നെ അറിയില്ല എന്നിട്ടും പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. അദ്ദേഹം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും സിനിമാ രംഗത്ത് ടോപ്പിലെത്തി, മമ്മൂട്ടി മോഹൻലാലിന്റെ ലെവലിലേക്ക്. എന്നിട്ട് അദ്ദേഹം വീക്കിലി നോക്കിയിട്ട് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചാണ്. അതെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ നിങ്ങൾ ഷെയ്ഖിന്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അതായത് ഈ ഇമിഗ്രേഷനായിട്ട് നമുക്ക് ഒരുമിച്ച് സംസാരിച്ചു. അതാണ് ഞങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ച. അത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? അതിപ്പോ ഒരു 30 വർഷത്തിന്റെ 30 മേലുണ്ട്. ഏത് ഈ ടാഗോറിൽ വെച്ച് കണ്ട കാര്യം? അല്ല, അതിപ്പോ അടുത്ത കാലം. അതാണ് ഞാൻ ചോദിച്ചത്. അത് അടുത്ത കാലത്ത്, അത് ഏകദേശം ഒരു 20 വർഷത്തിന് 20 വർഷത്തോളമായി അത്. അപ്പൊ ഇദ്ദേഹത്തിന് സുഖമില്ലാതായതിനു ശേഷം ലത്തീഫ് കാർക്ക് ഇദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നെ കണ്ണൂരിലെ വീട്ടിൽ ഇവിടെ അല്ല, എറണാകുളത്താണ് താമസം. അപ്പോഴാണ് ഞാൻ അദ്ദേഹം എറണാകുളത്ത് സെറ്റിൽ ചെയ്തത്. എറണാകുളത്ത് സെറ്റിൽ ചെയ്തെന്ന് കേരളത്തിൽ ആർക്കാ അറിയാത്തത്? അല്ല, അദ്ദേഹം അവിടെ ഒരു നാച്ചുറൽ കൃഷി ഒക്കെ ചെയ്തിരുന്നു. മക്കൾ താമസിക്കുന്ന അഡ്രസ് ഒക്കെ എല്ലാവർക്കും അറിയാലോ. ലത്തീഫ് കാക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പഴയ ഒരു സുഹൃത്തിനെ പോയി കാണണമെന്ന് തോന്നിയില്ല? ഞാൻ പിന്നെ വേറെ മേഖലയിലേക്ക് പോയി നല്ല ബിസിയാണ്. ബിസിയൊക്കെ ഓക്കെയാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ ഇന്റർവ്യൂ വരുമ്പോൾ ലത്തീഫ് കാക്ക് ആ 40 വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകൾ വരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ലത്തീഫ് കാക്ക് അങ്ങനെ ഒരു മനുഷ്യന്, അതായത് അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, കേരളത്തിന്റെ ഒരു സ്വത്ത് എന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ.
ഇദ്ദേഹത്തിനെ ഒന്ന് പോയി കാണണം അസുഖത്തിന്റെ സമയത്ത്. അദ്ദേഹത്തോട് ആ പഴയ 1-2 വർഷത്തെ ആ ബന്ധം ഒന്ന് അയവിറക്കണം എന്ന് തോന്നാതെ ഇരിക്കാണ്ടായ അത് കാരണം പ്രധാനമായിട്ടും എൻ്റെ കുറ്റബോധമാണ്. എൻ്റെ കുറ്റബോധം എന്നെ അദ്ദേഹത്തിനെ കാണുന്നത്. കാരണം എൻ്റെ ധാരണ ശ്രീനിവാസൻ ഇടയുമാണ്, മമ്മൂട്ടി മോഹൻലാലിനൊക്കെ ആ ഒരു ആണല്ലോ. കേരളം അങ്ങനെ തന്നെയാണ് കാണുന്നത്. ആ നിലയിൽ അദ്ദേഹത്തിനെ കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രയാസം എനിക്കുണ്ടായി. അതിലെനിക്ക് വലിയ ദുഃഖമുണ്ട്. ഞാനത് പല ആളുകളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം സമയങ്ങളിൽ നമ്മൾ ബിസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിയുമ്പോൾ നമ്മളെ യൗവനത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ കുറച്ച് കാലങ്ങൾ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പോയിട്ട് നമ്മളൊരു അയവിറക്കലുണ്ട്. അത് ഭയങ്കര ഒരു ഫീലിങ്സ് ആണ് ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. കാരണം അത് ആ പഴയ കഥകൾ പറയുമ്പം ചിരിക്കാതെ ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാർ പോലും ആ ഓർമ്മകളിലൂടെ ചിരിച്ച് ഉത്സാഹരായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ പല സ്ഥലങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനൊക്കെ പ്രധാന കാരണം ഇതാണ്, അദ്ദേഹത്തിൻ്റെ നിലവാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി അത്രത്തോളം ഉയർത്തണം. അപ്പോൾ എൻ്റെ ഒരു ഈഗോ അദ്ദേഹത്തിനെ പോയി കാണുന്നു. നിങ്ങൾ ഈഗോ എന്ന് പറയുന്നത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആള് നിങ്ങളിപ്പം കാണാൻ ചെല്ലുന്നു, നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിലോ ഇതൊക്കെയാണോ അങ്ങനെ തോന്നുന്നത്? അതാണ്. അപ്പം അദ്ദേഹം മുമ്പ് ഒരിക്കലും നിങ്ങളെ ഇതുപോലെ ടാഗോറിൽ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങളോട് കണക്ട് ചെയ്ത അവഗണിച്ചിട്ടില്ല. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ അദ്ദേഹം എവിടെയോ ആണ്, വളരെ മേലെയാണ്, വളരെ ഉന്നതിയിലാണ്, പ്രശസ്തനാണ്. അപ്പോൾ ആ നിലയിലൊക്കെ തന്നെ അല്ല, നിങ്ങൾ ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് ഇല്ലാതിരിക്കാൻ അദ്ദേഹത്തിനോട് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യേ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങളെ ഓർമ്മകളിൽ എവിടോ എന്തോ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലും ശത്രുതാ മനോഭാവമോ അങ്ങനെ എന്തെങ്കിലും? ഒരിക്കലുമില്ല. ഞാൻ നല്ല സൗഹൃദത്തിലാണ്. ഞാൻ അതൊക്കെ ഒഴിവാക്കി നാട്ടിലേക്ക് വരുമ്പോഴും അദ്ദേഹമാണ് പ്രേരിപ്പിച്ചത്. നാട്ടിൽ വന്ന് വിവാഹം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ അതിനൊക്കെ ഒരു തടസ്സമായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഞാൻ ആ നിമിഷം മുതൽ ചേർത്ത് പിടിച്ചു. ഞാൻ എൻ്റെ സെൽഫിഷ്നെസ്, എൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് ഞാൻ നാട്ടിലേക്ക് വരികയും കുടുംബജീവിതവും പിന്നീട് കുടുംബങ്ങളും തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് വരാതെ പിന്നെ പോകാതിരുന്നതാണോ? അതാണ് സംഭവം. അതാണ് തിരിച്ചു വരും എന്നുള്ള രീതിയിൽ അവിടുന്ന് വന്നു, കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ പോയി, പിന്നെ കണക്ട് ആയി. അതുകൊണ്ട് എനിക്ക് വലിയ പ്രയാസം എപ്പോഴും. കാരണം എന്നേക്കാളും വളരെ പ്രായം കുറവാണ്, 5 വയസ്സിന്റെ കുറവാണ്. അതൊക്കെ ഒരു ഘടകമാണ്. ആ സമയത്ത് ശ്രീനിവാസന് ഇടുന്ന ഡ്രസ്സൊക്കെ എങ്ങനെയായിരുന്നു? സാധാരണ വേഷം, പാന്റും ഷർട്ടും തന്നെ, തുണിയൊന്നും. പക്ഷെ അതൊക്കെ വളരെ ലാളിത്യം. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ലാളിത്യമുണ്ട്, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ ലാളിത്യമുണ്ട്. പൊതുവെ കാണാലോ സദസ്സുകളിലൊക്കെ വരാറ് അങ്ങനെയാണ്. അതെ, ഒരു സിനിമ പ്രവർത്തകൻ അല്ലെങ്കിൽ സിനിമ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഒരാളാണെന്ന് ഒരിക്കലും തോന്നില്ല. പിന്നെ അതുപോലെ വലിയ സുഹൃത്ത് വലയമൊക്കെ, സുഹൃത്ത് വലയം കൂടുതൽ സെലക്റ്റഡ് ആയിട്ടുള്ള പറഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ സുഹൃത്തുക്കളല്ലല്ലോ. മമ്മൂട്ടി മോഹൻലാലൊന്നും ശ്രീനിവാസന്റെ സുഹൃത്തുക്കളല്ല. അങ്ങനെ വലിയ സുഹൃത്ത് വലയം ഒന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം എന്തായാലും ഒരു നല്ല മനുഷ്യനാണ്, നല്ല ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂണൽ ഹാർമണിക്ക് പറ്റിയ ഒരു ഫിഗറാണ് അദ്ദേഹം. പിന്നെ ഇന്ന് കേരളത്തിൽ കുറേ കാലം കൂടെ ജീവിച്ചാൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിലും അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തിൽ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ ഉണ്ടാകുന്ന കാലുഷിതമായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമായ ഘട്ടത്തിലാണ് അദ്ദേഹം വിട പറയുന്നത് എന്നുള്ളത്. തീർച്ചയായും ഇന്നത്തെ അവസ്ഥക്ക് നമ്മൾ 2-3 അദ്ദേഹത്തിന്റെ സിനിമ ഇന്നും എടുത്തു വരുന്നുണ്ട്. അതാണ് പറയുന്നത്, ഇനി വരാനുള്ള കാലഘട്ടത്തിന് വേണ്ടി എഴുതിയ കഥകൾ പോലെയാണ് അദ്ദേഹത്തിന്റെ പല സിനിമകളിലെയും ഡയലോഗ്സ്. അതെ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അങ്ങനെ രാഷ്ട്രീയമില്ല. അവസാന കാലഘട്ടത്തിൽ കാണാൻ കഴിയാതെ അസുഖമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്ന് എറണാകുളം വരെ പോയി അദ്ദേഹത്തിനെ കാണാനും കഴിയാതെ ദുഃഖമുണ്ട്. ഞാൻ പോയി നമ്മൾ ഡോക്ടർ മുഹമ്മദിനെ കണ്ടു, MS ശ്രീനിവാസനെ കാണാം. അപ്പോൾ ഡോക്ടർ മുഹമ്മദ് ശ്രീനിവാസനെ കൂട്ടി പോയി അവിടെ ഇല്ല. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം ചെന്നൈയിൽ ചികിത്സിക്കുന്നത്. ആ സമയത്ത് ഈ ഡോക്ടർ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മകന്റെ അദ്ദേഹത്തിനെയും കൂട്ടിപ്പോയി. അതെ, അദ്ദേഹം എൻ്റെ മൂത്ത ഡോക്ടറിലെ എൻ്റെ അങ്കിൾ. കാണാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ട്. അങ്ങനെ അദ്ദേഹം ആരൊക്കെ അന്വേഷിച്ചവൻ പറഞ്ഞേ അദ്ദേഹം ഈ നാച്ചുറോപ്പതി വിട്ടിട്ടാണ് ഒരു ചികിത്സയും. അത് അലോപ്പതിക്ക് തീരെ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ ആരൊക്കെയോ നിർബന്ധിച്ചിട്ട് ആരാണ് സിനിമാ ഫീൽഡിലുള്ളവരാണോ മറ്റു സുഹൃത്തുക്കളാണോ നിർബന്ധിച്ച് പിടിച്ച് കൂട്ടിക്കൊണ്ട് ആ സമയത്താണ് നിങ്ങൾ കാണാൻ പോയത്. പിന്നെ അതിനുശേഷം ശ്രമിച്ചില്ലേ? പിന്നെ പെട്ടെന്ന് തന്നെയുള്ള ഈ മരണം കുറച്ചുകൂടി കാലങ്ങൾ അദ്ദേഹം അസുഖം കുറച്ച് ഭേദമായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പം സ്റ്റേജുകളിലൊക്കെ വരാൻ തുടങ്ങിയിരുന്നു.
ആ സമയത്താണ് ഇത് ആകസ്മികമായി സംഭവിച്ചത്. അപ്പം പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ മരണം നിങ്ങളെ വേദനിപ്പിച്ചു? വല്ലാതെ വേദനിപ്പിച്ചു. അതിപ്പം മരിച്ച ഉടനെ ഞാൻ ഇവിടുന്ന് പോകണം എന്ന് ധരിച്ചു. പക്ഷെ എൻ്റെ ബാക്ക് പെയിൻ എന്നെ ഒരു യാത്രയ്ക്ക് അനുവദിച്ചത്. അതാണ് ഇപ്പോൾ പോകാൻ കഴിയാത്തത്. അതല്ലാതെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ശ്രീനിവാസന്റെ കൈ പിടിച്ച് ആ പഴയ ഓർമ്മകൾ അയവിറക്കേണ്ടിയിരുന്നു എന്നുള്ളൊരു ബോധം ഇപ്പം ഇപ്പോഴും ഉണ്ട്. കാരണം എൻ്റെ ഒരു പിന്നെ കലാരംഗത്തുള്ള അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തുള്ള ഒരു കാഴ്ചപ്പാടിൽ ശരിക്കും ഒരു പിന്നെ എന്നെ പ്രൊമോട്ട് ചെയ്ത എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു നല്ല മനുഷ്യരായിരുന്നു ശ്രീനിവാസൻ. ആ ശ്രീനിവാസൻ്റെ വിയോഗം എന്നെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. പക്ഷേ എന്തോ കാരണം കൊണ്ട് അദ്ദേഹത്തിനെ യഥാസമയം സന്ദർശിക്കാനോ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളിൽ അതിൻ്റെ സ്നേഹം ഊട്ടിയുറപ്പിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു 2 വർഷത്തെ ഓർമ്മകളിലായിരിക്കും ഇപ്പൊ ശ്രീനിവാസൻ മരിച്ചതിന് ശേഷം നിങ്ങളുടെ ദിവസങ്ങൾ കടന്നു പോകുന്നത്. അതെ, എനിക്ക് നിങ്ങളോട് മെനയാന്ന് സംസാരിച്ചപ്പോൾ അത് ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മളെ ജനങ്ങളെ ശ്രീനിവാസന്റെ ചെന്നൈ ജീവിതത്തിലെ മദ്രാസ് ജീവിതത്തിലെ ഒരാൾ കൂടി ഇതിനു മുമ്പ് രജനീകാന്തിന്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. ശ്രീനിവാസൻ പറയുകയും ചെയ്തിട്ടുണ്ട്, രജനീകാന്തും പറഞ്ഞിട്ടുണ്ട്. അതായത് രജനീകാന്തും ശ്രീനിവാസനും ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഒരേ ക്ലാസ്സിൽ. അതേപോലെ രജനീകാന്തും ശ്രീനിവാസനായിട്ട് ചെറിയ അറ്റാച്ച്മെന്റ് പല കാര്യങ്ങളും സാമ്പത്തിക ഇടപാടുകളിൽ അങ്ങോട്ട് എന്തോന്നോ പറയുന്നത് കേട്ടിട്ട് പൂർണ്ണമായിട്ട് ഡിക്ലെയർ ആയിട്ട് വന്നില്ല. രജനീകാന്തിന്റെ ഡ്രസ്സ് എടുത്ത് ശ്രീനിവാസൻ ഇട്ടിരുന്നു എന്നുള്ളത് വരെ നമ്മൾക്ക് സമൂഹത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവര് തമ്മിലുള്ള ബന്ധം. ആ കാലഘട്ടത്തിൽ നിങ്ങൾ രജനീകാന്തിനെ ഓർക്കുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടതായിട്ട്? ഇല്ല. അതിനുശേഷമായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ കാലഘട്ടത്തിന് ശേഷം കാലഘട്ടത്തിന് ശേഷമാണ് ശ്രീനിവാസ് അവിടെ തന്നെ ഉണ്ട്. അതെ, അങ്ങനെയാണ് രജനിയായിട്ട് ബന്ധം. ഞാനെന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് അവിടുന്ന് അദ്ദേഹത്തിന് പോയ അദ്ദേഹം മറ്റൊരു സുഹൃത്തിനെ എല്ലാം ഒരു സമയം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് രജനീന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവുന്നത്. അപ്പം നിങ്ങളുടെ ടീനേജിലെ സുഹൃത്തായ ഒരു ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിന്റെ അഭിമാനമായിരുന്നു. നമ്മളെ എന്താ പറയാ, ഇനി അതുപോലത്തെ ഒരു വ്യക്തിയെ കാണാൻ പറ്റുമെന്ന് സംശയം പോലുള്ള നമ്മളെ പ്രധാനപ്പെട്ട ഒരു മലയാള മണ്ണിന്റെ മണമുള്ള, കേരളത്തിന്റെ ശാലീനതയുള്ള, കേരളത്തിൻ്റെതായ നിഷ്കളങ്കതയുള്ള നല്ലൊരു കലാപ്രതിഭയായിരുന്നു ശ്രീനിവാസൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ മിസ് ചെയ്യുന്നു ഇപ്പോൾ മരണശേഷം അദ്ദേഹത്തിനെ മിസ് ചെയ്യുന്നു ശരിക്കായിട്ട്. അദ്ദേഹത്തിന്റെ ആ പാവന സ്മരണ മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് ഭാര്യയ്ക്കും 2 മക്കൾക്കും അവരുടെ കുടുംബത്തിനും വന്ന ആ വിലപ്പെട്ട അല്ലെങ്കിൽ നഷ്ടത്തിലും ഞാൻ ആ വേദന താങ്ങാനുള്ള കരുത്ത് ദൈവമായിട്ട് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ പാവന സ്മരണ. അതേപോലെ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പഴയ കാലഘട്ടത്തിൽ മദ്രാസ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ കൂടി ഇതേപോലെ ഒരുമിച്ച് താമസിച്ച് ഒരുമിച്ച് എന്താ പറയാ, ആ ഒരു ബുദ്ധിമുട്ടിന്റെ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ പങ്കുവെക്കാൻ ലത്തീഫ് ഖാനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷം. വീണ്ടും നമുക്ക് കാണാൻ കഴിയട്ടെ. ലത്തീഫ് ഖാക്ക് എല്ലാ ആശംസകളും. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പങ്കുവെക്കാൻ കഴിഞ്ഞത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇനി ഒരു കാലഘട്ടത്തിലും അടുത്ത കാലഘട്ടത്തിലൊന്നും നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സിനിമാ മേഖല കലാപരമായ മേഖലകളെയോ എഴുത്തുകളുടെ ഭാഗങ്ങളിൽ നിന്നൊന്നും ഒരിക്കലും നമുക്ക് മായ്ച്ചു കളയാൻ പറ്റാത്ത അടയാളങ്ങൾ രൂപപ്പെടുത്തി വെച്ച നമ്മളെ ശ്രീനിവാസൻ്റെ എപ്പിസോഡിലേക്ക് നിങ്ങളെ കിട്ടിയതിൽ വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത നമ്മളെ ശ്രീനിവാസൻ എല്ലാവരെയും കളിയാക്കുകയും എല്ലാവരുടെയും അഭിമാനമാകുകയും ചെയ്ത ഒരു ആശ്ചര്യകരമായ ജീവിതത്തിൻ്റെ ഒരു ഉടമയായ നമ്മുടെ ശ്രീനിവാസൻ്റെ ഈ വിഷയത്തിലേക്ക്, ഈ സുഹൃത്തിനോടൊപ്പം നമുക്ക് കിട്ടിയ ഈ അല്പനേരത്തിലേക്ക് നിങ്ങളെ കാഴ്ചക്കാർക്ക് നന്ദി, നമസ്കാരം.